ബെഞ്ചമിൻ നെതന്യാഹു എൻ്റെയും നിങ്ങളുടെയും ഹീറോയാണ്. കാരണം നെതന്യാഹു പറയുന്നത് ചെയ്യും, ചെയ്യാൻ പറ്റുന്നത് പറയത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയം വളരെ കൃത്യമായി പറഞ്ഞിരിക്കും. അതാർക്ക് എവിടെ ചെന്ന് കൊള്ളുന്നു എന്നതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഇപ്പോൾ ദാ അമേരിക്കയെ പച്ചയ്ക്ക് ആട്ടിവിട്ടിരിക്കുന്നു. അമേരിക്കയോട് പറഞ്ഞു, പോയി പണി നോക്കി ചക്ക, നീ ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു പുല്ലുമില്ല എന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. സംഭവം ഇതാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനെങ്ങാനും ഇസ്രയേലിലെ മന്ത്രിയായിരുന്നെങ്കിൽ, പ്രധാനമന്ത്രി പോലും ആവേണ്ട ഒരു മന്ത്രിയായിരുന്നെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ഒന്നും പറയത്തില്ല. കാരണം ഈ ലോകത്ത് അമേരിക്കയുടെ കൂടെ നിൽക്കാൻ കഴിവുള്ള അതിശക്തമായ രാജ്യം ഞങ്ങൾ മാത്രമാണ്, ലോകത്ത് ആരുമില്ല എന്ന് പറഞ്ഞു. പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, അമേരിക്ക ഇറാനുമായി യുദ്ധം ചെയ്ത് പണ്ടാരമടങ്ങി അവസാനം ഇറാൻ്റെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഊരാൻ വേണ്ടി ഒരു കരാറുണ്ടാക്കുകയാണ്. ഈ കരാറുണ്ടാക്കുമ്പോൾ അതിനകത്ത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിനെ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നു. ഇസ്രയേലിനോടൊന്നും ആലോചിക്കുന്നില്ല. ഇസ്രയേലിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഇറാന് ഇടപെടാൻ അവസരം കൊടുക്കുന്ന വിധത്തിൽ ലെബനോണിൽ ഇസ്രയേൽ ഒന്നും ചെയ്യത്തില്ല എന്ന് ഇസ്രയേൽ പങ്കാളിയല്ലാത്ത ഒരു കരാറുണ്ടാക്കുന്നു. ഇസ്രയേൽ ജനത വലിയ ദേഷ്യത്തിലാണ്. നെതന്യാഹു കലിപ്പിലാണ്. കാരണം നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് നെതന്യാഹു വല്ലാത്ത നീരസത്തിലാണ്. അതേക്കുറിച്ചാണ് ജെ ഡി വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, ഒരുപക്ഷെ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് അയക്കാവുന്ന ആൾ, പറഞ്ഞത്, ഞാനെങ്ങാനും ഒരു മന്ത്രിയായിരുന്നെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ഒരക്ഷരം പറയത്തില്ല. അമേരിക്കയല്ലാതെ ഇസ്രയേലിനെ സഹായിക്കാൻ ലോകത്താരുമില്ല. ഇതിന് മറുപടിയായിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു കളിയാക്ക് പോലെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സഹായിക്കാൻ ഒരു കൊച്ചു രാജ്യമുണ്ട്. കൊച്ചു രാജ്യം, 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. 140 കോടി ജനങ്ങളുള്ള കൊച്ചു രാജ്യമെന്ന് പുള്ളി അമേരിക്ക കളിയാക്കി പറഞ്ഞതാണ്. 140 കോടികളുള്ള നിങ്ങളെ സംബന്ധിച്ച് കൊച്ചു രാജ്യം, പക്ഷേ ഞങ്ങൾക്ക് വലിയ രാജ്യമാണ്, കൊച്ചു രാജ്യമുണ്ട്. അവിടെ ഇസ്രയേൽ ഹീറോയാണ്. ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. ഞങ്ങളുടെ കൂടെ അവരുണ്ടാവും എന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതായത് അമേരിക്ക പറയുകയാണ്, ഞങ്ങളല്ലാതെ ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ, പോടാ ചക്ക, നീ മാത്രമൊന്നുമല്ല, എൻ്റെ കൂടെ നിൽക്കാൻ നല്ല ആമ്പിള്ളേർ ഇന്ത്യക്കാരുണ്ട് എന്ന് പറയുന്നു. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ഇസ്രയേൽ എന്ന രാജ്യത്തിനുള്ള മമത, സ്നേഹം, വിശ്വാസം ഊട്ടി ഉറപ്പിച്ചു പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് 2024 മെയ് മാസത്തിൽ നടന്നൊരു സംഭവമാണ്. മരിയാൻ ഡാനിക്ക എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ കൊടിയുള്ള ഒരു കപ്പൽ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവർക്ക് ഇന്ധനം തീരാറായി. അവർ സ്പെയിനിലേക്ക് വിളിക്കുന്നു. സ്പെയിനിലെ കാർട്ടജീന തുറമുഖത്ത് നിന്ന് ഇന്ധനം അടിക്കണം. അവർ വയർലെസ് വഴി അങ്ങോട്ട് വിളിക്കൂ, ഞങ്ങൾക്ക് ഇന്ധനം അടിക്കാൻ കാർട്ടജീന തുറമുഖത്ത് അടുക്കാനുള്ള അനുവാദം വേണം. സ്പെയിൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ കപ്പൽ ഡെൻമാർക്കിൻ്റെ കൊടിയുണ്ടെങ്കിലും ആ കപ്പൽ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. നിങ്ങളുടെ കപ്പൽ പോകുന്നത് ഹൈഫ തുറമുഖത്തേക്കാണ്. ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലാണ്. ഈ ഹൈഫ തുറമുഖത്തിനടുത്ത്, ഹൈഫ നഗരത്തിൽ ഇസ്രയേലിൻ്റെ മോചനത്തിന് വേണ്ടി മരിച്ച ഇന്ത്യൻ ജവാന്മാരുടെ സ്മാരകമുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അദാനി ഗ്രൂപ്പ് ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന തുറമുഖമാണ് ഹൈഫ തുറമുഖം. ആ തുറമുഖത്തേക്ക് പോകുന്ന നിങ്ങളുടെ കപ്പൽ എന്താണെന്ന് ഞങ്ങളുടെ ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആയുധങ്ങളാണ്, സ്ഫോടക വസ്തുക്കളാണ്. ഇന്ത്യ ഗാസയെ ആക്രമിക്കാൻ, ഗാസയിലെ ഹമാസിനെ കൊന്നൊടുക്കാൻ വേണ്ടി ഇന്ത്യ കൊടുത്തയച്ചിരിക്കുന്ന ആയുധങ്ങളാണ് മരിയാൻ ഡാനിക്ക എന്ന് പറയുന്ന ഈ കപ്പലിൽ. അങ്ങനെ സ്പെയിൻ്റെ പോളിസി എന്ന് പറയുന്നത്, ഇസ്രയേലിന് ആയുധങ്ങളുമായി പോകുന്ന ഒരു കപ്പലിനെയും ഞങ്ങളുടെ തുറമുഖത്ത് അടുപ്പിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അടുത്താൽ ഞങ്ങൾ ഈ കപ്പൽ കണ്ടുകെട്ടും എന്ന് പറഞ്ഞപ്പോൾ ഡെൻമാർക്കിൻ്റെ കുടിവെച്ച മരിയാൻ ഡാനിക്ക അതിൻ്റെ വഴിക്ക് പോയി. ഹൈഫ തുറമുഖത്ത് നമ്മൾ ഇറക്കി ആയുധങ്ങൾ. ആ സമയത്ത് ജോ ബൈഡനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ജോ ബൈഡൻ ഈ പറഞ്ഞതുപോലെ ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ടെങ്കിലും വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള ആഴത്തിലേക്ക് ഇറങ്ങുന്ന ബോംബുകൾ ഇവരുടെ ഭൂമിക്കടിയിലെ താവളങ്ങൾ തകർക്കാൻ ഇസ്രയേലിന് ആവശ്യമായിരുന്ന സമയത്ത് ബൈഡൻ കൊടുത്തില്ല. പിന്നീട് ട്രംപ് വന്നതിന് ശേഷം, ജനുവരി 20 ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ആദ്യത്തെ കണ്ടെയ്നറുകൾ പോകുന്നത്. ഈ സമയത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഇന്ത്യ ആയുധങ്ങൾ അയച്ചു കൊടുത്തത്. ഈ സ്പെയിനിലുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ഇന്ത്യ ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമായി. മാത്രമല്ല, അൽ ജസീറ ഗാസയിൽ നിന്നെടുത്ത ചില മിസൈലിൻ്റെ ഭാഗങ്ങളിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇടതുപക്ഷ ധാർമ്മിക
ഇസ്ലാമിസ്റ്റുകൾ സടകുടഞ്ഞെണീക്കുകയും സുപ്രീം കോടതി പോയിട്ട് പറഞ്ഞു ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൊടുക്കരുത്, മോദി ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നു, അതുകൊണ്ട് മോദി സർക്കാരിനെ തടയണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പോടാപ്പാ, കാരണം ഇത് ഒരു രാജ്യം വേറൊരു രാജ്യവുമായിട്ട് നടന്ന കച്ചവടമാണ്, അത് എന്ത് വിൽക്കണം എന്ത് വിൽക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരാണ്, കോടതിക്ക് അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് അന്നും മടക്കി. നിർണായക സമയത്ത് ഇന്ത്യ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്, നമ്മളെ സഹായിച്ചിട്ടുണ്ട് തിരിച്ച്. എല്ലാവർക്കും അറിയാം, കാർഗിൽ യുദ്ധ സമയത്ത് മലമുകളിൽ ഇരിക്കുന്ന ടൈഗർ ഹില്ലിലും ദ്രാസിലും ഒക്കെ മലമുകളിൽ കയറിപ്പറ്റിയ പാകിസ്ഥാൻ പട്ടാളക്കാരെ നുഴഞ്ഞുകയറ്റക്കാരെ തുടച്ചു നീക്കാൻ നമുക്ക് കഴിയാതെ വന്നു. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ അവന്മാർ വെടിവെച്ച് നമ്മുടെ പട്ടാളക്കാരെ വീഴ്ത്തും. അപ്പോൾ ഇവരിരിക്കുന്ന മലമുകളിലിരിക്കുന്ന പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ GPS-ൻ്റെ ഒറിജിനൽ വെർഷൻ, മിലിറ്ററി വെർഷൻ അമേരിക്കയോട് ചോദിച്ചപ്പോൾ അമേരിക്ക തന്നില്ല. അപ്പോഴാണ് നമുക്കത് ഇസ്രായേൽ തന്നത്. അത് വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പാകിസ്ഥാൻ പന്നികളെ കൊന്നു വീഴ്ത്തി നമ്മുടെ ഭൂപ്രദേശം തിരിച്ചു പിടിച്ചത്. മാത്രമല്ല, എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് എവിടെയാണെന്നറിയില്ല, പറഞ്ഞു കേട്ടിട്ടുമുണ്ട്, ഇസ്രായേൽ മുമ്പൊരിക്കൽ നെതന്യാഹുവിൻ്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഇന്ത്യയോട് യുദ്ധം ചെയ്താൽ അവർ ഇസ്രായേലിനോട് കൂടി യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. ഞാൻ ആധികാരികമായി അതിൻ്റെ വാർത്തയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രചാരണം വളരെ ശക്തമാണ്. മാത്രമല്ല, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ അതിശക്തമാണ്. നമ്മളിവിടെ നോക്കൂ, നമുക്ക് ഗൈഡഡ് ബോംബുകളാണ്, സ്പൈസസ് 2000 എന്ന് പറയുന്ന ബോംബ് ഇസ്രായേൽ തന്നതാണ്. നമ്മൾ ഹാരോൺ, സീർച്ചർ തുടങ്ങിയ ഡ്രോണുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഹർമസ് 900 എന്ന് പറയുന്ന ഇസ്രായേൽ ഡ്രോൺ നമ്മളിവിടെ ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നുണ്ട്. സ്പൈക്ക് ആൻറ്റി ടാങ്ക് മിസൈൽ ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാൽക്കൺ അവാക്സ് എന്ന് പറയുന്ന നമ്മുടെ ആകാശത്തെ ചാരക്കണ്ടുകൾ ഇസ്രായേലിൻ്റെയാണ്. അപ്പോൾ പരസ്പരം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ തോതിൽ ആയുധ ഇടപാടുകളുണ്ട്. മാത്രമല്ല, പലസ്തീൻ എന്ന് പറഞ്ഞ് ഓർക്കുന്നില്ല, ഇന്ദിരാഗാന്ധി യാസർ അറാഫിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. എന്നിട്ട് യാസർ അറാഫത്ത് പറഞ്ഞ ഒരു വാചകം ഞാനൊക്കെ പഠിക്കുന്ന കാലം മുതൽ കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, ഇന്ത്യ ഈസ് ഇൻ മൈ ഹാൻഡ് എന്ന്. അറാഫത്ത് അതിഭീകരനായ മനുഷ്യനാണ്. ആയിരക്കണക്കിന് ഇസ്രായേലികളെ കൊന്നൊടുക്കിയ അതിഭീകരൻ. ഭീകരാക്രമണങ്ങൾ ലോകം മുഴുവൻ നടത്തിയ സംഘടനയാണ് PLO. അയാൾക്ക് നോബൽ സമ്മാനം വരെ കൊടുത്തു. കൊലയാളിക്ക് നോബൽ സമ്മാനം കൊടുത്തത് ഒരു വിരോധാഭാസം. അവിടെ നിൽക്കട്ടെ, അത് അമേരിക്കയുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നൊബൽ കമ്മിറ്റിയുടെ ഒരു കളി, എന്തോ ആവട്ടെ. ഏതായാലും അതിനുശേഷം ഇന്ത്യ എടുത്ത നിലപാടെന്താ? ഇന്ത്യ ഒരിക്കലും പലസ്തീനിലേക്ക് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും പലസ്തീനെതിരായ നിലപാട് ഒരിക്കലും എടുക്കില്ലായിരുന്നു. ഇസ്രായേലിനോട് നമുക്കൊരു അകൽച്ച ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും ഇസ്രായേലിൽ പോയിട്ടില്ല. 2017 ജൂലൈ മാസത്തിൽ ജൂലൈ 4 മുതൽ 6 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി. സാധാരണ ഇസ്രായേലിൽ പോയാൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ തൊട്ടപ്പുറത്തൂടെ പോകുമായിരുന്നു. പക്ഷേ ഇന്ത്യ മോദി ഇസ്രായേലിൽ മാത്രമേ പോയുള്ളൂ. വലിയ വരവേൽപ്പാണ് മോദിക്ക് അന്ന് കിട്ടിയത്. അതിനുശേഷം 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ മോദി പോയി. ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയത് നരേന്ദ്രമോദിയാണ്. ഈ കഴിഞ്ഞ സന്ദർശനം എല്ലാവരും ഓർക്കുന്നുള്ളൂ. 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ മോദി അവിടെ എത്തിയപ്പോൾ നെതന്യാഹു ഭാര്യ സാറയ്ക്കൊപ്പമാണ് എയർപോർട്ടിൽ വന്നിറങ്ങി. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് സാറ ധരിച്ചിരുന്നത് കാവി നിറത്തിലുള്ള ഒരു ജാക്കറ്റാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോക്കറ്റിൽ ഒരു കാവി നിറത്തിലുള്ള സ്കാർഫ് ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് മോദി പറഞ്ഞു, സാറയുടെ കുപ്പായത്തിൻ്റെ കളറും എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന സ്കാർഫിൻ്റെ കളറും സഫ്രോണാണ്, കാവിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ കൊടുത്തത്. നെതന്യാഹു ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരുന്നു എന്ന് പറയുന്നു. നെതന്യാഹു ഈ യുദ്ധത്തിന് മുമ്പ് വരേണ്ടതായിരുന്നു. ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഈ യുദ്ധം നടക്കുന്നതുകൊണ്ടാണ് നെതന്യാഹുവിൻ്റെ വരവ് മാറിപ്പോയത്. അപ്പോൾ നോക്കൂ, അമേരിക്ക എന്ന് പറയുന്ന വൻശക്തി പറയുകയാണ്, ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾക്കാരുമില്ല എന്നൊരാൾ പറയും. ഞാനില്ലെങ്കിൽ നീ തീർന്നു കേട്ടോ എന്നൊരാൾ പറയുമ്പോൾ ആ പറയുന്നവൻ്റെ ഒരു ഹുങ്കുണ്ടല്ലോ, കേൾക്കുന്നവൻ ചിലപ്പോൾ ഭയന്നു പോകും, അയ്യോ ഈ ചേട്ടനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. അപ്പോഴാണ് പറയുന്നത്, എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളില്ലെങ്കിൽ വേറൊരു രാജ്യമുണ്ട്, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, ആ രാജ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നെതന്യാഹു പറഞ്ഞ ബാക്കി കാര്യം കൊണ്ട് ഞാൻ പറയാം. നെതന്യാഹു പറയുകയാണ്, എൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും പല നേതാക്കന്മാർ വിളിക്കും, പൊതുജനാഭിപ്രായം ഇസ്രായേലിന് അനുകൂലമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വലിയ ബഹുമാനമുണ്ട്. പല ലോക നേതാക്കന്മാരും വിളിച്ചു പറയുന്നതാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുമായിട്ട് എനിക്ക് നമുക്ക് രഹസ്യമായി ബിഹൈൻഡ് ദ കർട്ടൻ രഹസ്യമായി ചില ഡീൽ ഉണ്ടാക്കാം. നിങ്ങളുടെ സൈനിക
പരിപാടികളൊക്കെ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. പിന്നെ നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ എക്സ്പേർട്സിനെ ഇവരെയൊക്കെ ഒന്ന് കൈമാറാമോ എന്നൊക്കെ ചോദിച്ച് പല നേതാക്കന്മാരും വിളിക്കും. അതായത് പരസ്യമായിട്ട് ഇസ്രായേലിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല, രഹസ്യമായി അവരുടെ പട്ടാള രീതി പഠിക്കണം, അവരുടെ AI പഠിക്കണം, അവരുടെ സൈബർ വിദഗ്ധരെ വേണം എന്ന് പറഞ്ഞ് പല ലോക നേതാക്കന്മാരും ഞങ്ങളെ വിളിക്കാറുണ്ട് എന്ന് നെതന്യാഹു പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് വേറൊരു ഉദാഹരണം പോലെയാണ്. പരസ്യമായിട്ട് വലിയ മാന്യത നടിക്കുന്ന ചില ആളുകളുടെ തനിനിറം രാത്രി സൂര്യൻ ഉദിച്ചാൽ കാണാം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല. അമേരിക്ക പറയുകയാണ് ഞങ്ങളില്ലെങ്കിൽ നീ മുടിഞ്ഞു പോകും, നീ നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ പോടാപ്പാ നീ ഇല്ലെങ്കിൽ എനിക്ക് ഇന്ത്യ ഉണ്ട് എന്ന് പറയുന്ന ഒരു നെതന്യാഹു നമ്മുടെ ഹീറോ അല്ലെങ്കിൽ പിന്നെ ആരാണ്? പ്രിയമുള്ളവരെ, ഇന്ത്യ ഇസ്രായേൽ ബന്ധം ദീർഘനാൾ നിലനിൽക്കട്ടെ. ഈ രണ്ടു രാജ്യങ്ങളുടെയും പൊതുശത്രു പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. നമ്മൾ പോരാടുന്നത് തീവ്രവാദത്തിനെതിരാണ്. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന, വിശ്വസിക്കാവുന്ന രാജ്യം ഇസ്രയേലാണ്. ഇസ്രയേലിന് നേരെ തിരിച്ചും. അതുകൊണ്ട് ഈ സൗഹൃദം, നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ലോകത്ത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ബന്ധത്തെക്കാളും US-ൻ്റെ പ്രസിഡൻറ്റുമായുള്ള ബന്ധത്തെക്കാളും കരുത്തുറ്റതാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ നമ്മുടെ ആരാധ്യരായ പ്രധാനമന്ത്രി രണ്ടു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ബന്ധത്തെ എത്രമാത്രം ഇഴച്ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവാം. ഏതായാലും നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇത്തരം വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയുക ഇല്ല. കാരണം ഇസ്രായേലിന് അനുകൂലമായിട്ട് വല്ലതും പറഞ്ഞാൽ ഇവിടുത്തെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യ ലൈവ് പോലെയുള്ള മാധ്യമങ്ങളുണ്ട്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചില ആളുകൾ ഇത് കാണുന്നുണ്ട്. അവർ ഉറപ്പായിട്ടും അതൊന്ന് ചെയ്യണേ. അവരങ്ങനെ ചെയ്താലുള്ള ഗുണം, നിങ്ങളങ്ങനെ ചെയ്താലുള്ള ഗുണം കൂടുതൽ കരുത്തോടെ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിയും.